സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക്. സമരം നടത്തുന്നവരിൽ ഒരു ആശാപ്രവർത്തകയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശാസമരം ഏറ്റെടുത്തിരുന്നു. തുടർച്ചയായി മൂന്നാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. സമരം തുടരുമെന്ന് പ്രവർത്തകർ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. ഇന്ന് നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്കാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് രാപ്പകൽ സമരം തുടങ്ങി ഇന്ന് 41ാമത്തെ ദിവസമാണ്. നിരാഹാര സമരം തുടങ്ങി മൂന്നാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. അപ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് ആശമാർ വ്യക്തമാക്കുകയാണ്. നിലവിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ കൂടിയുണ്ട്. ആ ആവശ്യങ്ങളിൽ കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുകയാണ്. സമരം കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ്. 3 പേരാണ് നിരാഹാര സമരം നടത്തുന്നത്. അതിൽ നിരാഹാര സമരത്തിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നവരിൽ ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ആരോഗ്യനില വഷളാവുകയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു ആശാപ്രവർത്തക ആയിട്ടുള്ള ശോഭ നിരാഹാര സമരം ഏറ്റെടുത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിലേ നിരാഹാര സമരമാണ് ആശാപ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ആശങ്കയും നിരാശയും ഒക്കെ അവർക്ക് ഉണ്ട്. ഈ 41ാം ദിവസം എത്തിയിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് ഒരു അനുകൂല തീരുമാനമെടുക്കാൻ ഇത്രയും വൈകുന്നത് എന്നുള്ള ചോദ്യമാണ് ആശമാർ ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരം നടത്തുന്നത്. ഈ നിരാഹാര സമരവും രാപ്പകൽ സമരവും തുടരുന്നതിനോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. മറ്റൊരു സമര പ്രഖ്യാപനം കൂടി ആശമാർ ഈ ഘട്ടത്തിൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച കൂട്ട ഉപവാസത്തിന് തയ്യാറെടുക്കുകയാണ് ആശാപ്രവർത്തകർ. സംസ്ഥാനത്തുള്ള ആശമാർ എല്ലാവരും ചേർന്ന് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം ഇരിക്കുമെന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ഇപ്പോഴും ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സംഘടനകളും പ്രതിനിധികളും ഒക്കെ തന്നെ ഈ സമരവേദിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് മുതിർന്ന നേതാവ് VM സുധീരൻ ഈ ആശമാർക്ക് പിന്തുണ നൽകി സമരവേദിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നും ആശമാർക്ക് പിന്തുണ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. നിരാഹാര സമരത്തിന്റെ 3ാമത്തെ ദിവസമാണ്. നിരാഹാര സമരം തുടങ്ങി 3 ദിവസമായിട്ടുണ്ട്. ഇപ്പോഴും സർക്കാർ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിൽ തീരുമാനം വൈകുന്നത്? ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു ജനകീയ സമരത്തോട് ഇത്രമാത്രം ഒരു അലർജി കാണിക്കാൻ പാടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ മുഷ്കാണ് സർക്കാരിന്റെ ഈ രീതിയിൽ കാണുന്നത്. ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണകൂടം ഇതുപോലൊരു സമരത്തെ, പാവപ്പെട്ടവരുടെ സമരത്തെ, ആശാ സഹോദരിമാരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇതുപോലെ സർവ്വ കഴിവുകളും വിനിയോഗിക്കുന്നത് സർക്കാരിന് വളരെ അപമാനകരമാണ്. ഇനിയെങ്കിലും തെറ്റുതിരുത്തി സർക്കാർ ആശാ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം, രമ്യമായി പരിഹരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അനുകൂലമായ തീരുമാനം എടുക്കുന്നില്ല എന്നതിനപ്പുറം അധിക്ഷേപങ്ങൾ തുടരുകയാണ് CPIM. അധിക്ഷേപങ്ങൾ തുടരുകയാണ് CPIM. അതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ സമരത്തെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ 41 ദിവസമായി സമരം, നിരാഹാരം 3ാം ദിവസമാണ്. ഈ സമയത്ത് ഒരിക്കലും സമരത്തെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാർ ഇതുപോലെ നികൃഷ്ടമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ലായിരുന്നു. തെറ്റ് തിരുത്തണം, തെറ്റ് തിരുത്തിയേ മതിയാകൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ അവർ തുടരുകയാണ് എന്നുള്ളതാണ്. ഈ പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള ധർണയൊക്കെ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആശമാർ അതിശക്തമായിട്ട് തന്നെ അവരുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും സമരം തുടരുകയാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവരിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ്
തന്നെയാണ് തുടർന്ന് സമരം ചെയ്യുന്നതിന് വേണ്ടിയും ആശമാർക്ക് ശക്തി നൽകുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും നിരാഹാര സമരം 3-ാം ദിവസത്തേക്ക് കടക്കുന്നു. എത്ര ദിവസം എന്നറിയാതെയാണ് ഈ ആശമാർ നിരാഹാര സമരവും രാപ്പകൽ സമരവും ഒക്കെ തന്നെ തുടരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ തുടരുമ്പോഴും ഓണറേറിയം ഉൾപ്പെടെ, അതായത് ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം എന്തെങ്കിലും വിജയം കാണും എന്നുള്ള പ്രതീക്ഷ, എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഇപ്പോഴുമുണ്ട്. തീർച്ചയായും ആശാപ്രവർത്തകരുടെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്കും രാപ്പകൽ സമരം 41-ാം ദിവസത്തിലേക്കും അടുത്തൊരു ഘട്ടത്തിലേക്ക് ആശമാർ കൂട്ടമായിട്ട് ഉപവാസത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.